ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ വന്ന സമയത്ത് അവിടെ ശ്രീകാന്ത് വർഷയ്ക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി നൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലാവില്ല, കാരണം ശ്രീകാന്ത് നൈറ്റ് ഇട്ട് മുടിയൊക്കെ മുറിച്ചിട്ടാണല്ലോ ആണല്ലേ. അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് നോക്കുമ്പോൾ ആരോ അടുക്കളയിലുണ്ട്. അപ്പോൾ ചന്ദ്ര ആരാണെന്നറിയാതെ ചന്ദ്ര വേഗം അയ്യോ അടുക്കളയുടെ വാതിലടച്ചിട്ട് ഓടിവായോ കള്ളി 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 പറയാണ്. അപ്പോൾ ശ്രീകാന്ത് അയ്യോ പെട്ടു ചതിച്ചു എന്ന് പറയാണ് ശ്രീകാന്ത്. അപ്പോൾ എല്ലാവരും സച്ചി ശ്രീകാന്തേ സുധി ഓടിവാടാ, അതേവിടെ രവിയേട്ട ഇതേവിടെ കള്ളി 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 പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു പോകുമ്പോൾ എല്ലാവരും ഓടി വരാണ്. ആദ്യം ശ്രുതിയും വരുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ രേവതി വരുന്നു, അതിൻ്റെ പിന്നാലെ രവീന്ദ്രൻ വരുന്നു, പിന്നെ സച്ചിയും വരുന്നു. അങ്ങനെ എല്ലാവരും ഓടി വരുന്നു. എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ അകത്തേക്ക് കയറാൻ വരുമ്പോൾ ശ്രീകാന്ത് അടുക്കളയുടെ ലൈറ്റ് കെടുത്താണ്. അപ്പോൾ സൂക്ഷിക്കണേ സച്ചേട്ടൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല, സച്ചേട്ടൻ സൂക്ഷിക്കണേ, എന്തും ചെയ്യാൻ മടിക്കാത്തവരാന്ന് പറഞ്ഞ് രേവതി പറയാണ്. അപ്പോൾ അങ്ങനെ സച്ചി ഉള്ളിലേക്ക് കയറിയിട്ട് വടിയെടുത്തിട്ട് അടിക്കാൻ പാടത്ത് ഞാനാ പറഞ്ഞിട്ട് ശ്രീകാന്ത് തിരിയുമ്പോൾ എല്ലാവരും ഞെട്ടി അത്ഭുത ശബ്ദരായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി ഓടിപ്പോയി ശ്രീകാന്തിനെ ഒന്നാങ്ങോട്ട് കൊടുക്കും. എന്ത് നാണം കെട്ട പരിപാടിയാണ് നീ കാണിക്കാൻ വെച്ചിട്ട് അവനെ തല്ലിയിട്ട് വർഷം ഓടി വന്നിട്ട് നോക്കുമ്പോൾ എന്താ പ്രശ്നം, ശ്രീകാന്ത് എൻ്റെ ഡ്രസ്സ് ഇട്ടതിന് ഇപ്പം എന്താ കുഴപ്പം, വർഷം നീ എന്തായി ചെയ്തേക്കണം, ഞാൻ ശ്രീകാന്തിൻ്റെ ഡ്രസ്സ് ഇട്ടു അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം, ഞങ്ങളൊരു ജസ്റ്റ് ഒരു ജോക്കിന് വേണ്ടി ചെയ്തത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ട് വരാം. അങ്ങനെ ശ്രീകാന്ത് ചായ ഉണ്ടാക്കാൻ വന്നതാന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഞാൻ എൻ്റെ ചിലർ വളർത്തുന്നുണ്ട് പെൺമക്കളെ കുറിച്ച്, പെൺമക്കളില്ലാതെ ആൺമക്കളുണ്ടായവർ പെൺമക്കളെ വളർത്തുന്നുണ്ട്, പൊട്ടും ചാന്തൊക്കെ തൊടിയിച്ച് മുടിയൊക്കെ കെട്ടി പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇടിച്ച് വളർത്തുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഞാൻ മാനാഭിമാനത്തോട് ഇട്ട് എൻ്റെ 3 ആൺമക്കളെയും നല്ല മിടുക്ക ആൺമക്കളായിട്ട് വളർത്തിയേക്കണത്. മേലെ എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഇനി മേലെ ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്ന സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് പറയണ കളിയും ചിരിയും തമാശയൊക്കെ അവനവൻ്റെ റൂമിൽ, അതിനപ്പുറത്തേക്ക് ആവരുത്. പക്ഷേ നിങ്ങളുടെ റൂമിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഇത് ഒരുമാതിരി കോപ്പറേറ്റിത്തരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ താക്കീത് കൊടുക്കുകയാണ്. അപ്പോൾ വർഷം ഇതിനിപ്പോൾ എന്താ കുഴപ്പം, ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് സച്ചി ഓടി വന്നിട്ട് ശ്രീകാന്ത് റൂമിലേക്ക് ശ്രീകാന്തിനോട് പറയാണ് രവീന്ദ്രൻ എപ്പോൾ ഡ്രസ്സ് മാറണ്ട പറയാണ്. ശ്രീകാന്ത് റൂമിലേക്ക് വന്നിരിക്കുമ്പോൾ സച്ചി ഓടി വന്നിട്ട് നിൽക്കടാ അവിടെ വന്നിട്ട് ശ്രുതിയും സച്ചിയും കൂടി അപ്പുറത്തുനിന്ന് ശ്രീകാന്തിന് തടഞ്ഞിട്ട് അമ്പടാ നീ എവിടേക്കാടാ, നിനക്ക് ഈ ഡ്രസ്സ് നല്ല ഭംഗിണ്ടാ, നീ സുന്ദരിയായിട്ടുണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ കളിയാക്കിയിട്ട് ശ്രീകാന്തിനെ കളിയാക്കിയിട്ട് സച്ചി പറഞ്ഞു നമുക്കൊരു സെൽഫി എടുക്കാം അവൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയുന്നത് ശരി ഫോൺ എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞിട്ട് ആ നൈറ്റിയിട്ട് ശ്രീകാന്തിനെ വെച്ചിട്ട് എല്ലാവരും കൂടി സെൽഫി എടുക്കണം. അപ്പോൾ രേവതി വന്നിട്ട് വർഷയ്ക്ക് ഡ്രസ്സ് സൂപ്പറാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് മൂഡിലാണ് അവർ ദമ്പതികളെല്ലാവരും കൂടിയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ രേവതിയോട് ചന്ദ്രമതി പറയണ, രേവതി അടുക്കളയിൽ പണിയുമ്പോൾ സച്ചി വന്നിട്ട് പറയണം നിനക്ക് ഇവിടുന്ന് ഇറങ്ങിയ നേരമില്ല രേവതി, നീ എപ്പോഴാണ് പൂവ് വിൽക്കുമ്പോൾ അതൊക്കെ ഞാൻ പൊക്കോളാം, അപ്പോൾ നിനക്കും പൂവ് എടുക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ 5 മണിക്ക് പോയി മാർക്കറ്റിൽ നിന്ന് പൂവ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഞാൻ മാല കെട്ടി പൊക്കോളാം എന്ന് പറയാണ്. നിനക്ക് പണി കഴിഞ്ഞ നേരമില്ലല്ലോ രേവതി, എന്നാൽ നിൻ്റെ കഷ്ടപ്പാടൊക്കെ തീരുകയെന്ന് ചോദിക്കാനും. ആ സമയത്ത് രേവതി പറയണത് എനിക്കിതൊന്നും ഒരു വിഷയമില്ല സച്ചിയേട്ട പറയുമ്പോൾ ഇവർ വർത്താനം പറയുന്നതൊക്കെ ചന്ദ്ര കേൾക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണം ഇവിടെ വേറെ ഉണ്ടല്ലോ 2 മരുമക്കൾ, അവർക്കും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര ഒന്നും നടക്കില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലി ഇവിടെ ചെയ്താൽ മതി, ബാക്കിയുള്ള ജോലിക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവരുടെ ഇടയിൽ കൂടെ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെയുള്ള മരുമക്കൾക്കും ഇവിടുത്തെ പണികൾ കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ അവരെ പോലെയാണോ ഇവർ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര കളിയാക്കാണ്. രേവതി എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് വാന്ന് പറയണം. അപ്പോൾ സച്ചി ചന്ദ്രയോട് പോയിട്ട് പറയണം നിങ്ങൾ ചെയ്യുന്നത് തീരെ ശരിയല്ല, രേവതിയെ പോലെ തന്നെയാണ് മറ്റു 2 മരുമക്കളും എന്നൊക്കെ പറയണം. രേവതി ഇന്ന് രാവിലേക്ക് കഴിക്കാനുള്ള ശ്രുതിയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കണം, ശ്രുതിക്ക് എന്താണ് ഇഷ്ടം അനുസരിച്ചിട്ടാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്നൊക്കെ പറയാണ് രേവതിയോട് ചന്ദ്രമതി. സച്ചിയോട് രേവതി പറയും സച്ചിയേട്ടനെ എന്താ വേണ്ടിച്ച് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാൻ. ഇപ്പോൾ ഇവിടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊന്നും പറ്റില്ല, ഇവിടെ ശ്രുതിക്ക് എന്താണ് ഇഷ്ടം അതിവിടെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുകയാണ് ചന്ദ്രമതി രേവതിയോട്. അപ്പോൾ സച്ചി ഒന്നും വേണമല്ല. അപ്പോൾ ശ്രുതിയും കൂടി കയറി വന്നിട്ട് പറയും, അകത്തേക്ക് വരുമ്പോൾ പറയാണ് ശ്രുതി മോൾക്ക് എന്താണെന്ന് ഇഷ്ടം കഴിക്കാൻ ചോദിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ നിനക്ക് എന്താ വേണ്ടിച്ച് അവൾ ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ ശ്രുതി വിജയിച്ച ഭാഗത്തിൽ പറയുന്നത് എനിക്ക് വെജിറ്റബിൾ ബിരിയാണി മതിയെന്ന്. അപ്പോൾ രേവതി പറയാം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ഒന്നും ഇവിടെ ഇല്ല പറയാണ്. അപ്പോൾ അത് നീ മേടിച്ചിട്ട് വരാൻ ആരും ഞാനോ അതെ നീയല്ലേ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കേണ്ട ആൾ, അപ്പോൾ നീ മേടിച്ചിട്ട് വരാൻ പറയുകയാണ് ചന്ദ്രമതി രേവതിയോട്. അപ്പോൾ സച്ചി പറയാം അതെൻ്റെ ഭാര്യ പറ്റില്ല, അവൻ്റെ ശ്രുതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഭർത്താവ് പോയി മേടിക്കട്ടെ, ശ്രുതി നീ പോയി മേടിച്ചിട്ട് വെജിറ്റബിൾ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു ബിസിനസ്മാൻ ആയിട്ടില്ലല്ലോ, അവൻ പോകണല്ലേ ഉള്ളൂ, ഇതൊക്കെ പഠിക്കണം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടാണ് നീ ബിസിനസ് പഠിക്കുക, പോയി മേടിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയെ വിടാൻ സമ്മതിക്കില്ല. അങ്ങനെ ശ്രുതിയെ വിടാണ്. അപ്പോൾ ശ്രുതിയോട് പൈസ തരാൻ പറയണം. ശ്രുതി നിൻ്റെ ഇതുവരെ പൈസ ഇല്ലേ ചോദിച്ചിട്ട് കളിയാക്കുമ്പോൾ ശ്രുതി പറയണം ശ്രുതി ഞാൻ പൈസ എടുത്തിട്ട് വരാണ്ട് ശ്രുതി
പകുതി പൈസ കൊടുന്ന് കൊടുക്കണം. അങ്ങനെ സുധീനെ കടയിലേക്ക് വിടാണ് വെജിറ്റബിൾ ബിരിയാണി മേടിക്കാനുള്ള സാധനങ്ങൾ മേടിക്കുക. അപ്പോഴും സച്ചിയുടെ കെയറിങ്ങാണ് ഭാര്യയോടുള്ളത്. അപ്പോൾ അങ്ങനെ സച്ചി രേവതിയെ വിടാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇവർ പോയ സമയത്ത് സച്ചി ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അടുക്കളയുടെ അവിടെ വന്നിട്ട് രേവതിയോട് എന്തോ കള്ളത്തരം ഒപ്പിക്കാനുള്ള പരിപാടിയാണ് റൊമാൻസിൽ. അങ്ങനെ സച്ചി അവിടെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥ നാളെ പറയാം. ഇപ്പോൾ എൻ്റെ ചാനലിൽ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്